കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയയിൽ നടന്ന ഭീകരാക്രമണം, മാർപ്പാപ്പ ദുഃഖം രേഖപ്പെടുത്തി. യേശു മനുഷ്യനായി പിറന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പുൽക്കൂട്, മാർപ്പാപ്പ. രോഗികളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. അത്ഭുതം ആവർത്തിച്ചു, വിശുദ്ധ ജാനുവാരിയസിന്റെ രക്തം ദ്രാവകമായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജൂബിലി തീർത്ഥാടനത്തിന് മേജർ ആർച്ച് ബിഷപ്പ് നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയയിൽ നടന്ന ഭീകരാക്രമണം, മാർപ്പാപ്പ ദുഃഖം രേഖപ്പെടുത്തി. ഓസ്ട്രേലിയയിലെ സിഡ്നി ബോണ്ടി കടൽ തീരത്ത് നടന്ന ഭീകരാക്രമണത്തിൽ ലിയോ 14 പാപ്പ ദുഃഖം രേഖപ്പെടുത്തി. സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറിന് അയച്ച ടെലിഗ്രാം സന്ദേശത്തിലാണ് പാപ്പ അനുശോചനം രേഖപ്പെടുത്തിയത്. ആക്രമണത്തിലെ ഇരകൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും തന്റെ പ്രാർത്ഥനകൾ പാപ്പ വാഗ്ദാനം ചെയ്തു. അവിവേകപരമായ അക്രമ പ്രവൃത്തി എന്നാണ് പാപ്പ ഈ ദാരുണ സംഭവത്തെ വിശേഷിപ്പിച്ചത്. യഹൂദരുടെ ഹനൂക്ക ആഘോഷത്തിൽ പങ്കുചേർന്നവർക്കെതിരെ 2 അക്രമികൾ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യേശു മനുഷ്യനായി പിറന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പുൽക്കൂട്, മാർപ്പാപ്പ. യേശു നമുക്കിടയിൽ വസിക്കാനായി മനുഷ്യനായി പിറന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പുൽക്കൂട് എന്ന് ലിയോ 14 പാപ്പ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രിസ്മസ് ആണ്. വീടുകളിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്ന പതിവ് തുടരണം. കാരണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ മാത്രമല്ല, ക്രൈസ്തവ സംസ്കാരത്തിന്റെയും കലയുടെയും കൂടി ഭാഗമാണ്. ജീവിതത്തിന്റെ നിരവധിയായ തിരക്കുകൾക്കിടയിലും അടുത്തെത്തിയിരിക്കുന്ന ക്രിസ്മസിനായി ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങണം, പാപ്പ ഓർമ്മിപ്പിച്ചു. ബുധനാഴ്ചകളിലെ പൊതു കൂടിക്കാഴ്ച വേളയിൽ വിവിധ ഭാഷക്കാരായ ശ്രോതാക്കളോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. രോഗികളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. രോഗികളായി ദുരിതം അനുഭവിക്കുന്ന 100ഓളം പേരെ ലിയോ മാർപ്പാപ്പ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തു. പോൾ 6 ഹാളിൽ വെച്ചാണ് പാപ്പ രോഗികളുമായി കണ്ടുമുട്ടിയത്. സാധാരണയായി ബുധനാഴ്ചകളിലെ പൊതു കൂടിക്കാഴ്ച അവസരത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്നെ പ്രത്യേക സ്ഥലം ക്രമീകരിച്ച് അവിടെ വെച്ചാണ് പാപ്പമാർ രോഗികളെ കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ലിയോ പാപ്പ ഇത്തവണ രോഗികളെ പോൾ 6 ഹാളിൽ വെച്ച് കണ്ടുമുട്ടിയത്. അത്ഭുതം ആവർത്തിച്ചു, വിശുദ്ധ ജാനുവാരിസിന്റെ രക്തം ദ്രാവകമായി. വർഷങ്ങളായി നടന്നുവരുന്ന ആ അത്ഭുതം ഡിസംബർ 16 വീണ്ടും സംഭവിച്ചു. ഇറ്റലിയിലെ നേപ്പിൾസ് നഗരത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജാനുവാരിസിന്റെ രക്തം ദ്രാവകമായി. നേപ്പിൾസ് അതിരൂപതയുടെ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിശുദ്ധന്റെ തിരുനാൾ ദിവസം രക്തം ദ്രാവകമായി മാറുന്ന അത്ഭുതം തുടർച്ചയായി ഇവിടെ സംഭവിക്കാറുണ്ട്. ഇതിനു പുറമെ വിശുദ്ധന്റെ രക്തസാക്ഷി ദിവസമായ സെപ്റ്റംബർ 19 മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ചയും തിരുശേഷിപ്പായ രക്തം ദ്രാവകമായി മാറാറുണ്ട്. ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിയായ വിശുദ്ധനാണ് ജാനുവാരിസ്. കരടികൾക്കാണ് അദ്ദേഹത്തെയും കൂട്ടുകാരെയും എറിഞ്ഞുകൊടുത്തെങ്കിലും കരടികൾ അവരെ ആക്രമിച്ചില്ല. തുടർന്ന് ശിരച്ഛേദം ചെയ്യുകയായിരുന്നു. വിശുദ്ധന് തിരുശേഷിപ്പായി സൂക്ഷിക്കുന്ന രക്തം ദ്രാവകമായി മാറുന്നത് എന്തുകൊണ്ട് എന്നത് സ്വാഭാവിക വിശദീകരണത്തിന് വിധേയമല്ല. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജൂബിലി തീർത്ഥാടനത്തിന് മേജർ ആർച്ച് ബിഷപ്പ് നേതൃത്വം നൽകി. യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേഴ്സിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കുള്ള ജൂബിലി തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി. സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, യൂറോപ്പിലെ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് എന്നിവരും വൈദികരും സമർപ്പിതരും 100 കണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ സഭാ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി അടുത്ത ചൊവ്വാഴ്ച. നന്ദി.